പലതരത്തിലുള്ള സിനിമകളിലും സലീംകുമാർ തല കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരു സിനിമ ഇപ്പോൾ അധികം ആൾക്കാർ കാണാൻ താല്പര്യപ്പെടുന്ന സിനിമയല്ലേ, എന്തായിരുന്നു ആ സിനിമയുടെ പേര്? ഏത് ടൈപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മസാല. കിന്നാരത്തുമ്പികൾ. കിന്നാരത്തുമ്പികൾ അവരത് അങ്ങനെ ഉദ്ദേശിച്ചെടുത്ത സിനിമയല്ല അത്. അതൊരു ഷക്കീല പടം. ഷക്കീൽ ആദ്യമായിട്ട് വരുന്ന പടമാണത്. അപ്പോൾ എന്നെ വിളിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഷക്കീലയുടെ നായകനാക്കാന്ന് പറഞ്ഞാണ് വിളിച്ചത്. അല്ല, അവർ അങ്ങനെ മോഹിപ്പിച്ചോ? അല്ലല്ല, അന്ന് ഷക്കീലിനൊന്നും ആർക്കും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് റോഷൻ എന്ന് പറയും. വിനോദ് റോഷൻ എന്ന് വെച്ചാൽ ഏറ്റ സംവിധായകരുണ്ട്. അപ്പോൾ റോഷൻ ചേട്ടൻ പറഞ്ഞു, എടാ ഒരു അവാർഡ് പടം നീ ഒന്ന് ഇവിടെ നമ്മുടെ മൂന്നാർ ആ സൈഡിലാണ്, അപ്പം ഒന്ന് ചെയ്യണോ? ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അവാർഡ് വിടുവാണ് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെയ്തപ്പോഴും എൻ്റെ ഭാഗത്തൊരു പ്രശ്നമൊന്നുമില്ല, ആ പടത്തിലും ഇല്ല ഒന്നും. അങ്ങനെ ഈ പടമായിട്ട് ഇവർ ഒരുപാട് സ്ഥലത്ത് നടന്നു. പടത്തിൽ യാതൊരു സെക്സോ അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിൻ്റെ ഡയറക്ടർ, അയാളൊരു നല്ല സിനിമയാണ് പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ ഡയറക്ടർ, അയാളുടെ പേര് ഞാൻ മറന്നുപോയാൻ. പിന്നെ എപ്പോഴാണ് മോശം ആരും ഇല്ലാതായ സ്ഥിതിക്കിട്ട് ഇവർ ഒറ്റ കുഞ്ഞില്ല, ഈ പടമെടുക്കാനായിട്ട് ഒരാളുമില്ല. അപ്പോൾ ഞാൻ ഡബ്ബിങ്ങിന് ചെല്ലുമ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സലീമേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഒരാൾക്കും വേണ്ട എന്തെങ്കിലും ഇതിനകത്ത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാതെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഐറ്റങ്ങളെ ആ കാശെടുത്ത് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്താലും നിങ്ങൾ എന്നോടൊരു വാക്ക് എനിക്ക് തരണം, എൻ്റെ പടം നിങ്ങൾ പോസ്റ്ററിൽ വെക്കരുത്. പക്ഷെ അവർ വാക്ക് പാലിച്ച് പോസ്റ്ററിൽ അവർ വെച്ചില്ല. കാരണം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പടം എടുത്തത്. അല്ല, അപ്പം ഈ ഷക്കീലയായിട്ട് ഒരുമിച്ച് ഇല്ല അഭിനയിച്ചില്ല, സീൻ ഉണ്ടായിരുന്നില്ല. ഓ, അതിൻ്റെ ഒരു നഷ്ട ദുഃഖത്തിലാണ് ഇപ്പോഴും. ഇപ്പൊ ദുഃഖമുണ്ട്. അപ്പം അന്ന് ആ പടവും ഞാൻ കുറേ ഇത് കണ്ടാണ്. അങ്ങനെ സംഭവമേ ഇല്ല അതിൽ, യാതൊരു ഗതിയില്ലാതെ. അങ്ങനെ അത്തരത്തിലൊരു പടം ഉണ്ടാക്കാൻ കാരണം നമ്മൾ മലയാളികൾ മാത്രമാണ്. അപ്പോൾ സലീം പറയണെന്ന് വെച്ചാൽ ആ പടം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞ പീസസ് അങ്ങോട്ട് ചേർത്തു അല്ലേ? അത് രണ്ടാമത് ഷൂട്ട് ചെയ്തതാണ്. അത് ഡയറക്ടർക്ക് അറിഞ്ഞൂടാ പാവത്തിന്. ഓ, ഡയറക്ടർ അറിയാതെ അങ്ങനെ ഷൂട്ട് ചെയ്ത സംഭവം അല്ലേ? ഞാനും പ്രൊഡ്യൂസർ സ്വന്തമായിട്ട് ചെയ്തതാണ്. അല്ല, പ്രൊഡ്യൂസർ കുറ്റപ്പെട്ടുകാരില്ല, യാതൊരു ഗതിയില്ല. പക്ഷേ ഡയറക്ടർ അറിയാതെ പ്രൊഡ്യൂസർക്ക് പ്രേരണ നൽകിയത് സലീം കുമാറാണ്. അല്ല, ഞാൻ പറഞ്ഞു എനിക്കെന്താ ചെയ്യാൻ പറ്റുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും, പക്ഷെ നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ പോസ്റ്ററിലൊന്നും എൻ്റെ തല വെക്കരുത്. ഞാൻ അല്ലെങ്കിൽ അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ഇവിടെ ഇതൊന്നും കാണാതെ മൊത്തം മലയാളികളൊന്നും അല്ലല്ലോ. ആ ഇടക്ക് ഞാൻ സിനിമയിലോട്ട് അധികം കാലമായിട്ടില്ല. എൻ്റെ സിനിമകൾ എൻ്റെ നാട്ടിൽ കണ്ട ഒരു വൃദ്ധന്മാരെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പടവും കിന്നാരത്തുമ്പികളാണ്. അത് ശരി. പക്ഷേ അന്ന് കല്യാണം കഴിച്ചിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞു? ഭാര്യ അങ്ങനെ ആ സിനിമക്കൊന്നും പോകില്ലല്ലോ. മക്കള് 2 ചെറിയ പിള്ളേരാ. അതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ തെങ്കാശിപട്ടണം എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിങ് നടക്കണം. അപ്പോൾ രാവിലെ ഒരു ചായ, അതിപ്പോൾ ശരി, എനിക്ക് 5 സ്റ്റാർ ചായ ഒന്നും എനിക്ക് പറ്റൂല. ഈ പ്രഭാത കൃത്യങ്ങൾ നടത്താനായിട്ട് ഈ തട്ടുകട ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന അടിച്ചിടുന്ന ചായ ഉണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ നടന്ന് 1 മീറ്റർ ചായ, അതെ, ആ ചായ കുടിച്ചിട്ട് ആണ് നമുക്ക് എന്നാലും ഒരു ശരിയാവുള്ളൂ, സുഖമുള്ളൂ. അങ്ങനെ പഴനിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പഴനിയിൽ ഞാൻ ചായ കുടിക്കാൻ ചെന്നേക്കാണ്. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2-3 പേര് കണ്ടു. അപ്പം എനിക്കൊരു ഡൗട്ടായി. കാരണം ഇതാരോ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാണ്. എന്തോ ഗുണ്ടകളൊക്കെ ആയിട്ട് ഇവനുണ്ടായിരുന്നു അതിൽ, അങ്ങനെയാണ് തട്ടിക്കളയെന്നുള്ള പേടി. രണ്ടാമത്തെ ദിവസം എന്നപ്പോൾ ഈ 2 പേരെന്നുള്ള 3-4 പേരായിട്ട് ഞാൻ ഈ സത്യം ഞാൻ ചായ കുടിച്ചിട്ട് എങ്ങനെയാണ് പോകണമെന്ന് അറിയില്ല. 3-ാം ദിവസം കുറേ ആളുകൾ കൂടി അവിടെ. ഒരുത്തൻ, ഇതൊക്കെ ഞാൻ ഇടം കണ്ടുകൊണ്ട് എല്ലാം കണ്ട് ഞാൻ ശ്രദ്ധിക്കണില്ലെന്ന് വെച്ചിട്ടാണ് അവർ. ഒരുത്തൻ അടുത്തോട്ട് വന്ന് സത്യം മറ്റേ കയ്യും കാര്യം പറയുകയാണ്. അങ്ങനെ ഇയാൾ ചോദിച്ചു, സാർ നിങ്ങൾ നടികറാ? കാരണം മലയാളത്തിൽ തന്നെ എന്നെ കറക്റ്റായിട്ട് ആളുകൾക്ക് അറിയില്ല. ഈ തമിഴ്നാട്ടിൽ എന്നെ അങ്ങനെ അറിയാം നടികർ. സാർ നിങ്ങൾ പടം ഇവിടെ കളിക്കുന്നത് അരങ്ങേറ്റ വേള, അരങ്ങേറ്റ കാതല എന്തോ പേരിലാണ്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനല്ല അത്.
ഞാൻ അഭിനയിച്ചിട്ടില്ല. ഓ സാർ നീങ്ങ തന്നെ അത് മലയാളത്തിൽ കിണ്ണാർത്തുമ്പി. ആ അപ്പൊ ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം തുടങ്ങി ജനങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ സുരേഷ് ഗോപി ഉണ്ട് ആ ഹോട്ടലിൽ, നമ്മുടെ ലാലേട്ടനുണ്ട്, ലാലേട്ടനാണ് പ്രൊഡ്യൂസർ. ലാലേട്ടനൊക്കെ നോക്കുമ്പോൾ ഒരു പറ്റം ആളുകൾ എൻ്റെ ചുറ്റും. ഇവരുടെ അവിടുന്ന് ഒരാളുമില്ല. എനിക്ക് എൻ്റെ സൂട്ട് കേസ് കേടായിട്ട് നന്നാക്കാൻ കൊണ്ടുപോകുന്നു. ഓട്ടോറിക്ഷ കയറിയാൽ വലിയ പൈസ വണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹുമാനം. ആ അത്രയും ബഹുമാനം എനിക്കൊരു മലയാളം. അതുകൊണ്ട് കിന്നാരത്തുമ്പികൾ കൊണ്ട് തമിഴ്നാട്ടിൽ ഒരു റേറ്റിംഗ് കൂട്ടി. വേറെ അതെ. അവര് മിക്കവാറും വന്നതിലെന്നറിയോ, ഈ ഷക്കീലയുടെ അഡ്രസ്സ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും.